ഹായ് ആൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. ഫേസസ് ഓഫ് പ്രോഗ്രാമിനകത്ത് 7 ഫേസസ് ആണുള്ളത്. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ 7 ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ ആ പ്രോബ്ലത്തെ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആക്കി മാറ്റണം. അപ്പൊ രണ്ടാമത്തെ ഫേസ് എന്താണ്? അൽഗോരിതം, പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അങ്ങനെ അൽഗോരിതം ഫ്ലോ ചാർട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോഗ്രാമിംഗിലേക്ക് മാറ്റണം, പ്രോഗ്രാം ആയിട്ട് എഴുതണം. ആ പ്രോഗ്രാം ഏതെങ്കിലും ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. അങ്ങനെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നതിന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, മെഷീൻ കോഡിലേക്ക് മാറ്റണം, ഒബ്ജക്ട് കോഡാക്കി മാറ്റണം. അതിനുവേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് അവിടെ എറേഴ്സ് വരും. അതിനെ ഡീബഗ് ചെയ്യണം. എന്താ ഡീബഗിങ്? എറർ തിരുത്തുന്നതിനെയാണ് ഡീബഗിങ് എന്ന് പറയാം. അപ്പൊ അഞ്ചാമത്തെ ഭാഗം എന്താണ്? ഡീബഗിങ് ആണ്. ഡീബഗിങ് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. നമ്മൾ ചെയ്ത പ്രോഗ്രാം ശരിയാണോ എന്ന് നോക്കുന്നു. അതിനെയാണ് ടെസ്റ്റിംഗ് ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ ആണെങ്കിൽ ഏഴാമത്തെ സ്റ്റെപ്പിനകത്ത് പറയുന്നു ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഡോക്യുമെന്റേഷൻ, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. അപ്പൊ 7 ഫേസസ് ആണ് പ്രോഗ്രാമിംഗിനുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. രണ്ടാമത്തത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. മൂന്നാമത്തത് കോഡിംഗ് ആണ്. നാലാമത്തത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ട്രാൻസ്ലേഷൻ സമയത്തും എറർ വരും. അതുപോലെ തന്നെ എക്സിക്യൂഷൻ സമയത്ത് എറർ വരും. അത് എററെ തിരുത്തുന്നതിനെയാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ഡീബഗിങ് കഴിഞ്ഞാൽ എററൊക്കെ തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സിക്യൂഷൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണ്, അങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ 7 ഫേസസ്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ 7 ഫേസസിലൂടെയാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, താങ്ക് യു.